Meet the editors. വളഞ്ഞിട്ടാക്രമിക്കുന്നു എന്നാണ് ചോദ്യം. സ്മൃതി, ജി സുധാകരൻ ഈ KPCC സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ചില സൈബർ ഇടങ്ങളിലുണ്ടായ വിമർശനത്തെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് നേരിട്ടത്. അദ്ദേഹം പറയുന്നത് അത് രാഷ്ട്രീയമായ പിതൃശൂന്യതയാണ് എന്നാണ്, പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് ആണ് എന്നാണ്. സൈബർ പോരാളികൾ എന്നൊരു വിഭാഗം പാർട്ടിയിലില്ല, പാർട്ടിയുടെ ഘടകമേ അല്ല എന്നാണ് പറയുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഏറെ കൗതുകകരമായ കാര്യം, ജില്ലയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ജി സുധാകരന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വളഞ്ഞിട്ടാക്രമിക്കുന്നു എന്നുള്ളതൊരു പ്രതിപക്ഷ നിർമ്മിതിയാണോ? അല്ല, വളഞ്ഞിട്ടാക്രമിക്കുന്നത് CPM ആണ് എന്നല്ലല്ലോ നമ്മുടെ ചോദ്യം. വളഞ്ഞിട്ടാക്രമിക്കുന്നത് സൈബർ കൂട്ടങ്ങളാണ്. ആ സൈബർ കൂട്ടങ്ങളുടെ പിന്നിൽ ആരാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇന്നിപ്പോൾ ജി സുധാകരൻ എന്ന നേതാവ് ആരാണ്, അദ്ദേഹം കടന്നു വന്ന വഴികൾ എന്താണ് എന്നറിയാത്തവരാണോ ഈ സൈബർ കൂട്ടം എന്ന സംശയം സ്വാഭാവികമായിട്ടും വരും. കാരണം അവർ പാർട്ടി ആരോ ചുമതലപ്പെടുത്തിയ ഒരു സംഘമാണ് എന്ന രൂപത്തിലാണ് അവർ പ്രതികരിക്കാറ്. അപ്പോൾ ജി സുധാകരൻ ആലപ്പുഴയിലെ ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം കടന്നു വന്ന വഴികളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ ആക്രമിക്കുന്ന പോലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ രക്തസാക്ഷിയായതാണ്, കോൺഗ്രസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരൻ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രക്തസാക്ഷിയുള്ള കുടുംബത്തിൽ നിന്നും എന്തിനാണ് KPCC സംഘടിപ്പിച്ച പരിപാടിയിൽ പോയത് എന്നാണല്ലോ ഈ സൈബർ ആക്രമണത്തിന് ആധാരമായ വിഷയം. ആ പരിപാടി കോൺഗ്രസ് നടത്തിയ ഒരു പരിപാടിയാണെങ്കിലും ഒരു രാഷ്ട്രീയ പരിപാടിയല്ല. ആ പരിപാടിയുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. അത് ശ്രീനാരായണ ഗുരുവും ഗാന്ധിയും വന്ന സമാഗമം, ആ സമാഗമത്തിൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. അതിൽ CPയിൽ നിന്ന് C ദിവാകരനും പങ്കെടുത്തിട്ടുണ്ട്. ആ പരിപാടിയിൽ ജി സുധാകരൻ പോയ ഘട്ടത്തിലാണ് ഈ സൈബർ കൂട്ടങ്ങളുടെ പ്രതികരണം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് പോകാൻ നാണമില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളും അതിലുള്ള വിമർശനങ്ങളും ഒക്കെ വരുന്നു. ജി സുധാകരൻ എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയാത്തവരാണോ എന്ന സംശയം നമ്മൾക്ക് വരുന്നു. അദ്ദേഹം കടന്നു വന്ന വഴികൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്ന രണ്ട് നേതാക്കളുടെ നേതൃത്വത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരു തുടക്കകാലത്ത് VSനൊപ്പം നിന്ന ശക്തനായ നേതാവാണ്. പിന്നീട് പിണറായി പക്ഷത്തൊപ്പം അതിശക്തമായി നിൽക്കുകയും ആലപ്പുഴ കമ്മിറ്റി തന്നെ പിണറായിക്കൊപ്പം പോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത നേതാവാണ്. അതാണ് അതിൻ്റെ അവസാനമായി നിൽക്കുന്ന ഘട്ടം അതാണ്. പിന്നീട് അദ്ദേഹത്തെ ഈ പ്രായത്തിൻ്റെ പേരിൽ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്ന ശേഷമുള്ള ഘട്ടങ്ങളാണ് അദ്ദേഹം പലപ്പോഴും വിമർശനങ്ങൾ വേറെ രൂപത്തിൽ, അദ്ദേഹം കവിതയുടെ രൂപത്തിൽ, അദ്ദേഹത്തിന് പറയാനുള്ളത് കലാകൗമുദിയിലെ കവിതയായിട്ടാണ് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കവിത കുന്തവും കുടച്ചക്രവും. ആ കുന്തവും കുടച്ചക്രം പ്രയോഗം ആരാണ് നടത്തിയെന്ന് നമുക്കറിയാം, മന്ത്രി സജി ചെറിയാനാണ്. ആ പ്രയോഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ഘട്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുന്തവും കുടച്ചക്രവും എന്ന പ്രയോഗം പറയുമ്പോൾ ആലപ്പുഴയിൽ നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന വിഭാഗീയത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന നേതാക്കളായിട്ടാണ് ജി സുധാകരനും സജി ചെറിയാനും നിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ അവർ ഒരുമിച്ചായിരുന്നു താനും. അപ്പോൾ ആ കവിത, ആ പേരിൽ ആ കവിത വരുമ്പോൾ ആ കവിത വിമർശിക്കുന്നത് SFI നേതൃത്വത്തെയാണ്. ഇപ്പോൾ ആ SFI ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, SFI എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ആ സംഘടനയുടെ മുദ്രാവാക്യത്തിൽ നിന്ന് അവർ എത്ര പിന്നാക്കം പോയിരിക്കാം, ആ മുദ്രാവാക്യം വായിക്കാൻ പോലും കഴിയുമോ എന്ന അർത്ഥം വരുന്ന വരികളാണ് ആ കവിതയിലുള്ളത്. അതിനു മുമ്പായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒറ്റപ്പെട്ട് മാറി നിൽക്കപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കവിതയായി പറഞ്ഞിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ജി സുധാകരൻ നടത്തുന്ന ഈ തരം വിമർശനങ്ങളോട് ജി സുധാകരനെ അങ്ങനെ നേരിട്ട് ആക്രമിക്കുന്ന രീതി അല്ലെങ്കിൽ ശക്തമായ മറുപടി പറയുന്ന രീതി CPM നേതൃത്വം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. കാരണം ജി സുധാകരൻ എന്ന നേതാവ് എത്രത്തോളം പ്രധാനപ്പെട്ട നേതാവാണെന്നും അദ്ദേഹം പാർട്ടിയെ ആക്രമിക്കുന്ന ഒരു വിമർശനം നടത്തില്ല എന്ന ബോധ്യവും പാർട്ടിക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിനൊപ്പം തന്നെ ആ പാർട്ടി നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി അങ്ങനെ സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറയുന്നു. പിന്നെ അതിശക്തമായി, അതായത് ഈ സൈബർ ആക്രമണത്തിൻ്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം തിരിച്ചും പറയുന്നുണ്ട്, രാഷ്ട്രീയ പിതൃശൂന്യതയാണ് ഈ കാണിക്കുന്നതെന്ന് പറയുന്നു. അത് അമ്പലപ്പുഴയ്ക്ക് ചുറ്റുമുള്ള 10-15 പേർ നടത്തുന്ന പരിപാടിയാണെന്ന് പറയുന്നു. CPMന് സൈബർ പോരാളി ഗ്രൂപ്പില്ല എന്ന് പറയുന്നു. കള്ളപ്പേരിൽ പാർട്ടി വിരുദ്ധരാണ് ഈ പ്രവർത്തനം നടത്തുന്നതെന്ന് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ എൻ്റെ നാവിൽ നിന്ന് ഒന്നും
വരില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. മരിക്കുന്നവരെ താൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. അതായത് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്നായിരുന്നല്ലോ ഈ സൈബർ കൂട്ടം പരിഹസിച്ചിരുന്നത്. ഞാൻ മരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നു. ഗാന്ധിയെക്കുറിച്ചാണ് ഞാൻ അവിടെ പ്രസംഗിച്ചതെന്ന് പറയുന്നു. പിണറായി വിരുദ്ധനാക്കാനുള്ള ശ്രമം എന്ന് പറയുന്നു. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് കെ വി തോമസുമായി ബന്ധപ്പെട്ടാണ്. കെ വി തോമസ് എന്ത് ദൗത്യവുമായിട്ടാണ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിന് എന്താണ് 30 ലക്ഷം കൊടുക്കുന്നതെന്ന് പറയുന്നു. പിന്നീട് തനിക്ക് 30 ലക്ഷമില്ല എന്ന് കെ വി തോമസ് തന്നെ മറുപടി പറയുന്നതൊക്കെ കാണുന്നുണ്ട്. അവിടെയൊന്നും എവിടെയും പാർട്ടി പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇതിലും ഇപ്പോൾ ജില്ലാ നേതൃത്വം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജില്ലാ നേതൃത്വം അദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്നല്ല, സമ്മേളനത്തിന് പോലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പിണറായി വിജയൻ ഇടപെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജി സുധാകരൻ എന്ന നേതാവ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മറുപടിക്ക് ശേഷവും അദ്ദേഹത്തിനെതിരായ സൈബർ ആക്രമണം തുടരുന്നുണ്ട്. സൈബർ ഇടത്തിൽ പ്രവർത്തിക്കുന്നവരും സഖാക്കൾ തന്നെയാണ് മിസ്റ്റർ സുധാകരൻ എന്ന് മതി. അത് എന്ത് കാരണം കൊണ്ടെന്നാൽ സ്വന്തം അനിയനെ സഖാവ് ഭുവനചന്ദ്രനെ തലയടിച്ചു കൊന്നവരുടെ തിണ്ണ നിരങ്ങാൻ പോയത് കൊണ്ട് തന്നെയാണ്. നല്ല ഭാഷയാണോ? താങ്കൾ MLA-യും മന്ത്രിയുമാക്കിയത് ഈ പാർട്ടിയാണ്, വെറുതെ അങ്ങ് ആയതല്ല. ഈ പറയുന്ന പാർട്ടി അണികൾ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് തന്നെയാണ് താങ്കൾ ഇതൊക്കെ ആയതും. താങ്കൾ വെറും ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന് താങ്കൾ വിശേഷിപ്പിച്ച ഓമനക്കുട്ടൻ സഖാവ് കെഞ്ചി അപേക്ഷിച്ച് ക്യാമ്പ് സന്ദർശിക്കാൻ പോലും തയ്യാറായില്ല. പക്ഷേ KPCC വിളിച്ചു ചേർത്ത ചടങ്ങിൽ പങ്കെടുക്കാൻ താങ്കൾക്ക് ഒരു ഉളുപ്പും ഉണ്ടായില്ല. മിസ്റ്റർ സുധാകര, ഇപ്പോഴും ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനം വയ്ക്കാതെ പാർട്ടി നെഞ്ചോട് ചേർക്കുന്ന ജീവൻ കൂടെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരുപാട് സഖാക്കൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് സഖാക്കളൊന്നും പറയുന്നതൊന്നും അല്ല. ഇതൊക്കെ മുഖമില്ലാത്ത ഒരു കൂട്ടരാണ് ഈ സൈബർ രംഗത്ത്. ഇതിപ്പോൾ ജി സുധാകരനെതിരെ മാത്രമല്ല, സാധാരണ ആളുകൾക്കെതിരെയും, അതായത് രാഷ്ട്രീയ വിമർശനം നടത്തുമ്പോൾ ആ രാഷ്ട്രീയ വിമർശനത്തിന് രാഷ്ട്രീയമായി മറുപടി നൽകുക, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവാദം നടത്തുക എന്ന കുറച്ചുകൂടി ആരോഗ്യകരമായ രീതിയിലുള്ള ചർച്ചയിലേക്ക് ഒരിക്കലും പോകാതിരിക്കുകയും പറയുന്ന ആളെ, പ്രതികരിക്കുന്ന ആളെ, എതിരഭിപ്രായമുള്ള ആളെ അങ്ങ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഈ സൈബർ കൂട്ടങ്ങൾ ചെയ്യുന്നത്. അതിപ്പോൾ അതിൽ രാഷ്ട്രീയ നേതാക്കൾ വരാം, മാധ്യമപ്രവർത്തകർ വരാം, ഒന്നുമല്ലാതെ സൈബർ ഇടത്തിൽ നന്നായി പ്രതികരിക്കുന്നവരായാലും മതി, ഈ രീതിയിലുള്ള മറുപടി കിട്ടും. ഇനി യഥാർത്ഥത്തിൽ ഈ അദ്ദേഹം വിമർശിക്കപ്പെടേണ്ട വിഷയങ്ങൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ലാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രീതിയില്ലാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം അവിടെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ബ്രാഹ്മണർ ദരിദ്രരാണ്, എല്ലാ ബ്രാഹ്മണരും ദരിദ്രരാണെന്നാണ് അതിൻ്റെ അർത്ഥം. കായിക അധ്വാനമുള്ള ജോലികൾ അവർക്ക് സാധിക്കില്ല, അത് ജനിതകപരമായ പ്രശ്നങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു സംവാദത്തിന് തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനോട് വിമർശിച്ചുകൊണ്ട് ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊന്നുമല്ല വിഷയം ആ പരിപാടിയിൽ പോയതെന്ന് മാത്രമാണ്. അപ്പോൾ ഈ തരത്തിലുള്ളതാണ് സൈബർ ലോകത്തെ ആക്രമണങ്ങളും പ്രതികരണങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വളഞ്ഞിട്ട് ആക്രമിക്കൽ തന്നെയാണ്. അപ്പോൾ KPCC നടത്തിയ പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അതിൽ പ്രതികരിക്കുന്നത്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്നു വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലി ശരിയല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ജി സുധാകരനെ വളഞ്ഞിട്ടാക്രമിക്കുന്നുവെന്ന ചോദ്യത്തിന് ജി സുധാകരൻ തന്നെ വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. പാർട്ടിയിലെ ഒരു ഗ്രൂപ്പും ഒരു സംഘടനയുടെ ഭാഗവുമല്ലാത്ത സൈബർ ഗ്രൂപ്പിൻ്റെ പേരിൽ ചിലർ 10-15 ആളുകൾ, അത് ആ പ്രദേശത്തുള്ള ആളുകൾ നടത്തുന്ന പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് ആണ്, രാഷ്ട്രീയ പിതൃശൂന്യതയാണ് എന്നാണ് ജി സുധാകരൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടി ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ തന്തയില്ലായ്മ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അതിനെ വിവക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു പദപ്രയോഗമാണ് പുള്ളി നടത്തുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കോ സംഘടനയിലെ ഏതെങ്കിലും നേതാക്കൾക്കോ പങ്കുണ്ട് എന്നൊരു ആരോപണമൊന്നും ജി സുധാകരനില്ല. ആ അർത്ഥത്തിൽ ജി സുധാകരനെ CPM എന്ന് പറയുന്ന സംഘടനയോ സംഘടനയുമായി ബന്ധപ്പെട്ടവരോ വളഞ്ഞിട്ടാക്രമിക്കുന്നു എന്നൊരു നെറേറ്റീവ് അല്ലെങ്കിൽ എന്നൊരു ആഖ്യാനം ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. വളഞ്ഞിട്ടാക്രമിക്കുന്നില്ല ആ അർത്ഥത്തിൽ. എന്നാൽ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്? മൊഴിയും വഴിയും സാഗര സംഗമം എന്ന പേരിൽ KPCC ഗുരു ഗാന്ധി സംവാദത്തിൻ്റെ 100ാം വർഷത്തിൽ സംഘടിപ്പിച്ച സെമിനാറിലേക്കാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ഇതാദ്യമായിട്ടല്ലല്ലോ അദ്ദേഹം ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ ചന്ദ്രികയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് അദ്ദേഹം അത് പങ്കെടുത്തിരുന്നു. ഇത്തവണ പങ്കെടുക്കാൻ വന്നപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിൽ അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ KC വേണുഗോപാൽ വരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് B. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് BJP-കാരനോടൊപ്പമാണ് എന്ന നിലയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു. ജി സുധാകരൻ എന്ന് പറയുന്നൊരു നേതാവ് CPM-ൻ്റെ അടിയുറച്ച കേഡറാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 37 വർഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ജി സുധാകരന് 2 ടേമുകളിലായി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഒരു വകുപ്പിലും ഒരു തരത്തിലുള്ള കളങ്കവും ഏൽക്കാത്ത വിധം രാഷ്ട്രീയ പ്രതിച്ഛായുള്ളൊരു നേതാവാണ് ജി സുധാകരൻ. ഒരർത്ഥത്തിൽ അദ്ദേഹം ഒരു മികച്ച കേഡറാണ്, മികച്ച പാർലമെൻ്ററി പാർട്ടി നേതാവാണ്, സംഘാടകനാണ്. മാത്രവുമല്ല വിഭാഗീയതയുടെ കാലത്ത് 1996 മുതൽ വയലാറിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെയുള്ള സമയത്ത് വളരെ രൂക്ഷമായ വിഭാഗീയത കത്തി നിൽക്കുന്ന സമയത്ത് പോലും പാർട്ടിയെ വളരെ കൃത്യമായി നയിച്ച നേതാവ് കൂടിയാണ്. ഒരേ ഒരു തവണ മാത്രമാണ് അദ്ദേഹത്തിന് പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നത്. അന്ന് AH സലാമിനെ
കാര്യമായിട്ട് വിജയിപ്പിക്കുന്നതിൽ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നതിൻ്റെ പേരിൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തെ പരസ്യ ശാസന നടത്തിയിരുന്നു. ആ സെൻഷർ മാത്രമാണ് അദ്ദേഹം നേരിട്ട ഏക പാർട്ടി നടപടി എന്ന് പറയുന്നത്. ഒരിക്കലും അദ്ദേഹം പാർട്ടി വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും നടത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിലും അദ്ദേഹം പറയുന്നു, പാർട്ടിയിൽ ഗോർബച്ചീവുമാരില്ല, ഈ പാർട്ടിയുമായി ഒരു യുദ്ധം ചെയ്താൽ ആരും വിജയിക്കാൻ പോകുന്നില്ല എന്ന നിലപാടാണ് ജി സുധാകരൻ എടുക്കുന്നത്. എന്താണ് ഈ സൈബർ ആക്രമണങ്ങളുടെ ലക്ഷ്യം? അതിൽ ചില പോസ്റ്റുകൾ വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദകളുമില്ലാത്ത, ഒരുപക്ഷെ ലെനിനൊക്കെ വിശേഷിപ്പിക്കുന്നത് പോലെ ഡേഞ്ചറസ് ക്ലാസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം എപ്പൊളിറ്റിക്കലായിട്ടുള്ള മനുഷ്യരുടെ ചില സോഷ്യൽ മീഡിയയിലെ വൈകാരികമായ പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്. അതിലൊരു പ്രതികരണം ഇതാണ്: KPCC പരിപാടിക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലെ ചുവരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. പറയുന്നത് ആരെക്കുറിച്ചാണ്? ഭുവനേശ്വറിനെ കുറിച്ചാണ്. ഭുവനേശ്വർ 1977 പന്തളത്ത് പഠിക്കുന്ന സമയത്ത് ഡിസംബർ 7-ാം തീയതി രക്തസാക്ഷിത്വം വരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, KPCC-യുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ പുറം ചുമരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എന്ന് പറയുന്നത്. ജി സുധാകരൻ പങ്കെടുക്കാൻ പോയത് ഒരു രാഷ്ട്രീയ പരിപാടിയിലോ പ്രചരണ യോഗത്തിലോ അല്ല. ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും രാഷ്ട്രീയമായ ഒരു വലിയ സംവാദമായിരുന്നു ഗുരുവിൻ്റെയും ഗാന്ധിയുടെയും. ആ സംവാദത്തിൽ പങ്കെടുക്കാൻ പോയ ആളാണ്. അവിടെ C. ദിവാകരൻ ഉണ്ടായിരുന്നു, ജി സുധാകരൻ ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. അവിടെ CPM-നെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ജി സുധാകരൻ നടത്തിയിട്ടില്ല. വർഗസമരത്തിന് പ്രാധാന്യമുണ്ടെന്നും അത് കാലിക പ്രസക്തമാണെന്നുമുള്ള ആശയം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. പിന്നെ KPCC പരിപാടിയിൽ പോയി വീമ്പു പറയാൻ നാണമില്ലേ? പുച്ഛമാണ്, പരമപുച്ഛമാണ് സഖാവേ. സഖാക്കളുടെ മനസ്സിൽ സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് അകാലചരമം പ്രാപിക്കും എന്നെല്ലാമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളെ യഥാർത്ഥത്തിൽ പുച്ഛിച്ച് തള്ളേണ്ടതാണ് എന്നതാണ് എൻ്റെ പക്ഷം. അതാണ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞത്. അവരുടെയൊക്കെ അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും ഒക്കെ ഒരു ഗ്രൂപ്പ് എന്ന നിലയിലാണ് ജി സുധാകരൻ അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അതിന് കിട്ടേണ്ട ഭാഷയിലുള്ള ഒരു പ്രതികരണം അതിന് കിട്ടിക്കഴിഞ്ഞു. CPM-ലെ മുതിർന്ന നേതാക്കൾ സലാം അടക്കമുള്ള ആളുകൾ ഒരു തരത്തിലും ഇങ്ങനെ പൊതുവിടങ്ങളിൽ ആക്ഷേപിക്കപ്പെടേണ്ടയാളല്ലെന്നും അദ്ദേഹം പാർട്ടി വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന നിലപാടിലും എത്തി. ആരിഫ് രംഗത്തെത്തുന്നത് കണ്ടു, സലാം രംഗത്തെത്തുന്നത് കണ്ടു, നാസർ സെക്രട്ടറി എത്തുന്നത് കണ്ടു, സജി ചെറിയൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ പൂർണ്ണമായ പിന്തുണയാണ് നൽകുന്നത്. ആ അർത്ഥത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ല പാർട്ടി ജി സുധാകരനെ ചെയ്യുന്നത്, ജി സുധാകരനെ ചേർത്ത് നിർത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ജി സുധാകരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് CPM-നെ ആക്രമിക്കാം എന്ന് കരുതുന്ന ഒരു രാഷ്ട്രീയ കൗശലം കൂടിയുണ്ട്. ആ രാഷ്ട്രീയ കൗശലത്തിൻ്റെ ഒരു ഭാഗം പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതാണ്: ഈ മന്ത്രിയായിട്ടിരിക്കുന്ന ഘട്ടത്തിലും ഞങ്ങൾ വിമർശിക്കാത്ത അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു ജി സുധാകരൻ എന്നാണ് പറയുന്നത്. പലപ്പോഴും ഇത് അധികാരസ്ഥാനത്ത് ഇരുന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയുമോ എന്നൊരു ചോദ്യം മുൻപുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ്, CPM-ലെ പല നേതാക്കളും അധികാരത്തിൽ നിന്ന് വിട്ടൊഴിയുമ്പോൾ അതല്ലെങ്കിൽ അവരുടെ മരണശേഷം അവരെ പ്രകീർത്തിക്കുന്ന ഒരു രീതി ആ പാർട്ടിയെ ആക്രമിക്കുന്നതിനുള്ളൊരു സ്ട്രാറ്റജിയായിട്ട് പലരും എടുത്തു കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു നെഗറ്റീവ് വരുമ്പോൾ CPM-ലെ പിണറായി വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നയാളാണ് ജി സുധാകരൻ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശൃഗാല കൗശലം യഥാർത്ഥത്തിൽ ഈ വിവിധ പാർട്ടികളിൽപ്പെട്ട ആളുകൾ പ്രയോഗിക്കുന്നുണ്ട്. അവിടെ ജി സുധാകരൻ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ജി സുധാകരൻ അത്രമേൽ അങ്ങനെ ഒരു ടൂളായിട്ട് നിന്ന് കൊടുക്കുന്നയാളെയല്ല. അതുകൊണ്ടാണ് ചന്ദ്രികയുടെ പ്രചരണ പരിപാടി വരുന്ന സമയത്ത് അദ്ദേഹം പിൻവാങ്ങുന്നത്. KC വേണുഗോപാൽ തന്നെ കാണാൻ വരുന്ന സമയത്ത് രാഷ്ട്രീയ വിവാദമാകുമ്പോൾ അതിൽ രാഷ്ട്രീയ വിവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടെടുക്കുന്നത്. പാർട്ടി പ്രതിരോധത്തിലാവുന്ന ഓരോ ഘട്ടത്തിലും അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പാർട്ടിക്കൊപ്പം തന്നെയാണ് എന്ന നിലപാട് ഉറപ്പിക്കുന്നതും അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെയാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ജി സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതം നോക്കൂ. നമ്മളൊക്കെ സാധാരണ AKGയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, ഈ സാധാരണ ജീവിതത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എത്തുന്ന സമയത്ത് അവിടെയുള്ള സുഖപ്രമത്തത നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. 1981 AK ഗോപാലൻ കണ്ണൂരിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, അവിടേക്ക് ഡൽഹിയിലേക്ക് എത്തുന്ന സമയത്ത് കിട്ടുന്ന അധികാര ശീതളിമ, വലിയ മുറികൾ, വിശാലമായ സൗകര്യങ്ങൾ, കാര്യമായിട്ട് ഉത്തരവാദിത്വം ഇല്ലായ്മ, ഇതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഒരുപക്ഷെ തെറ്റായ വഴിയിലേക്ക് നയിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളിൽ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചു എന്നാണ് AK ഗോപാലൻ പറയുന്നത്. ഒന്ന്, ഈ സുഖസൗകര്യങ്ങളൊക്കെയുള്ള ഈ വലിയ സംവിധാനത്തിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നൊരാശങ്ക. രണ്ടാമത്തത്, ഇതിൻ്റെ പ്രലോഭനങ്ങളിൽ പെടാതെ എങ്ങനെ തിരിച്ചു പോരാൻ പറ്റും, എന്നെ എങ്ങനെ
ഒരു കമ്മ്യൂണിസ്റ്റാക്കി നിലനിർത്തുമെന്നുള്ള രണ്ടാമത്തെ ആശങ്ക. ഈ രണ്ട് ആശങ്കകളും യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിലുണ്ടായിരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ജി സുധാകരനും. അതുകൊണ്ട് തന്നെയാണ് ജി സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ കറപുരണ്ട ഒരു നിമിഷം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയ്ക്ക് പ്രതിപക്ഷം പോലും അദ്ദേഹത്തെ അഭിനന്ദിക്കാറുണ്ടായിരുന്നു. അത് പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഒരു ആ ഘട്ടങ്ങളിൽ നിങ്ങൾ നോക്കൂ. അതിനുശേഷമുള്ള ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്താണ് പലപ്പോഴും പ്രതിപക്ഷം ഇത്തരം അഭിനന്ദനങ്ങൾ. ഇപ്പോൾ സി ദിവാകരനെ കുറിച്ച് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. സി ദിവാകരനെയും ഇതേ KPCC ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പൊളിറ്റിക്കൽ ടൂളായി ജി സുധാകരനെ ഉപയോഗിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കും. പക്ഷേ ജി സുധാകരൻ അതിന് നിന്നുകൊടുക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ന്യായമുണ്ട്. അദ്ദേഹം ഇന്നിപ്പോൾ ഒരു സാധാരണ അംഗമാണ്, ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയോട് ചേർന്നിരിക്കുന്ന ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലെ സാധാരണ അംഗം മാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റിയിലടക്കം ക്ഷണിക്കാഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകണമല്ലോ. ഏറ്റവും ഒടുവിൽ എഴുതിയ കവിതയിൽ പറയുന്നത്, ഞാൻ നടന്നുപാസിച്ച വിപ്ലവ പ്രസ്ഥാനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങവേ എന്നുള്ളതാണ്. ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ്, SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. അത് KSF എന്ന് പറയുന്നത് കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ ആയിരുന്ന ഘട്ടത്തിൽ തന്നെ അതിന് തലപ്പത്തെത്തിയ ആളാണ്. അതിനുശേഷം ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നയാളാണ്, പൂർണ്ണമായും കൂറ് പുലർത്തിയ ആ നേതാവാണ്. അപ്പം ആ SFIയെ നേരിട്ട് പേരെടുത്ത് വിമർശിക്കാതെ ഞാൻ നടന്നുപാസിച്ച വിപ്ലവ പ്രസ്ഥാനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങവേ കുന്തവും കുടച്ചക്ര വ്യൂഹവും നയിക്കുന്നോ പൊൻലോകം സൃഷ്ടിക്കേണ്ട ചൈതന്യ സ്വരൂപത്തെ എന്നുള്ളതാണ്. ഗദ്യപദ്യ കവിതയാണ് യഥാർത്ഥത്തിൽ ജി സുധാകരൻ. ഇത് പലപ്പോഴും രാഷ്ട്രീയ വിമർശനത്തിലാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്ന മട്ടിലുള്ള പ്രചരണങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം 20ഓളം, എനിക്കൊന്ന് 18-19 കവിതാ സമാഹാരങ്ങളും ജി സുധാകരൻ്റേതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം ആ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ ഒരു പൈസ പോലും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം അധികമായി സമ്പാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ AKGയുടെ കാര്യം പറഞ്ഞത്. ഇത്തരം അധികാരപ്രമത്തതയിലൊന്നും വിശ്വസിക്കാത്ത, സുഖലോലുപതയിൽ വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലും സമ്പത്തുണ്ടാക്കാൻ പോകാത്ത അപൂർവം നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ എന്നുള്ളത്. ആ ജി സുധാകരനെ ആ അർത്ഥത്തിൽ വിമർശിക്കാൻ നേതാക്കൾക്ക് പോലും ഭയമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിമർശനങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിലും അദ്ദേഹത്തെ ആ വഴിക്ക് നിർത്തി. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റി അംഗമാക്കിയില്ല എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരുന്നതിന് അദ്ദേഹം തന്നെ നിരസിച്ചിട്ടുണ്ട് 1-2 തവണ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജി സുധാകരന് വേണ്ടത്ര സ്ഥാനം പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ കൊടുത്തിട്ടുണ്ടോ? ജില്ലാ സെക്രട്ടറി എന്നതിനും അപ്പുറം, എന്ന സംസ്ഥാന കമ്മിറ്റി അംഗം എന്നതിനും അപ്പുറം എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ജി സുധാകരനെ പോലെയുള്ള പൊളിറ്റിക്കലായിട്ട് ഒരു തരത്തിലുള്ള കളങ്കവും ഏൽക്കാത്ത നേതാക്കൾ, രാഷ്ട്രീയ വിശുദ്ധിയുള്ള നേതാക്കളെ എന്നും കാലത്തും പാർട്ടിക്ക് ഒരു വലിയ മൂലധനമായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മിക്കുന്നത് 2 പേരുകളിൽ ഒന്ന് ജി സുധാകരൻ്റെ പേരും മറ്റൊന്ന് ശൈലജ ടീച്ചറിൻ്റെ പേരും മറ്റൊന്ന് തോമസ് ഐസക്കിൻ്റെ പേരുമാണ്. അപ്പോൾ ഈ 75 വർഷത്തിൻ്റെ പ്രായപരിധിയിൽ കൊടുക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന് വിമർശനങ്ങളുണ്ട്. ഈ പുതുതലമുറ എന്നൊക്കെ പറയുന്നത് 10 വർഷത്തിൻ്റെ വ്യത്യാസത്തിൽ വരുന്ന തലമുറയല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു. പഴയ മനുഷ്യരും പുതിയ മനുഷ്യരും ചേരുമ്പോഴാണ് പാർട്ടി ഉണ്ടാവുന്നത് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള വിമർശനം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ജി സുധാകരനെ വളഞ്ഞിട്ടാക്രമിക്കാൻ സംഘടനയിലെ ഒരു മെഷീനറിയും ശ്രമിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പക്ഷം. അതേസമയം തന്നെ ചില സൈബറിടങ്ങളിൽ നിന്ന് വരുന്ന അറ്റാക്കുകൾ അത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള അഭിപ്രായങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിലെ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഏതാനും ചില ആളുകൾ ചേർന്നാണ് ഈ സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നതും. അമ്പലപ്പുഴയ്ക്ക് ചുറ്റുമാണ്, അമ്പലപ്പുഴയ്ക്ക് ചുറ്റുമുള്ള ആ നേതാക്കളാണ്. അതാണ് അദ്ദേഹം ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞത്. ആ 10-15 ആളുകളാണ് ഇത് നടത്തുന്നത്. ഇത് ആരാണെന്നറിയാം. അതുകൊണ്ടാണ് ആ പദപ്രയോഗം അദ്ദേഹം ഉപയോഗിച്ചത്, പൊളിറ്റിക്കൽ ഫാദർലെസ്സസ്. ഇത് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ അമ്പലപ്പുഴ ഭാഗത്ത് ഒരു യോഗം വിളിച്ചിട്ട് എന്നെക്കുറിച്ച് 10 കാര്യങ്ങൾ നിങ്ങൾ പറയൂ എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാം. അദ്ദേഹം ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിൻ്റെ മൂഡിലാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ, അദ്ദേഹത്തിൻ്റെ അടിയുറച്ച കൺവിക്ഷനുകളൊക്കെ പാർട്ടിക്ക് ഗുണകരം തന്നെയാണെന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ പലപ്പോഴും ചില സമയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്ന സമയത്ത് ഇപ്പോൾ KV തോമസിനെതിരെ അദ്ദേഹം പ്രതികരിച്ചത് 12 ലക്ഷം രൂപയോ മറ്റോ ശമ്പളമുണ്ട് എന്ന മട്ടിലായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിന് KV തോമസ് തന്നെ മറുപടിയും പറയുന്നുണ്ട്, എനിക്ക് അത്രയൊന്നുമില്ല, 2 ലക്ഷം രൂപ മാത്രമേ പെൻഷനായിട്ടും ഓണറിയുമായിട്ടും കിട്ടുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ജി സുധാകരനെ വളഞ്ഞിട്ടാക്രമിക്കുന്നു എന്ന ചോദ്യത്തിന് വളഞ്ഞിട്ടാക്രമിക്കപ്പെടുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി ജി സുധാകരനെ രാഷ്ട്രീയ ആയുധമാക്കാൻ ചില രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം. ആ രീതിയിൽ വലിയ ആക്രമണമൊന്നും ജി സുധാകരൻ ഈ ഘട്ടത്തിൽ നേരിടുന്നില്ല എന്നതാണ് എൻ്റെ ചോദ്യം. സുജയ, ഞാനിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 10-ലധികം പോസ്റ്റുകളെങ്കിലും ഒറ്റ സ്വൈപ്പിൽ ജി സുധാകരൻ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേക്കും കാണാൻ സാധിക്കും. പോസ്റ്റുകളുണ്ട്, ജിതിൻ്റെ അടക്കം പലരുടെയും പോസ്റ്റുകൾ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈബർ ഗ്രൂപ്പുകൾ, ഈ ഇടത് സൈബർ ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആക്രമണം ഇല്ലാത്തത് കൊണ്ടാകാം ഡോക്ടർ അരുൺ അങ്ങനെ ഒരു വളഞ്ഞിട്ട് ആക്രമണമല്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ ജി സുധാകരൻ ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് നേരെ ഒരു സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അതിൽ
പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നതും. അതിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് വേറെയാണ്. അതിനെന്തായാലും ജി സുധാകരനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്. ഇതിൽ ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കമ്മ്യൂണിസത്തിൻ്റെ ഒരു നല്ല കാലം അതിങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു സ്വപ്ന ലോകത്താണ് അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലായാലും പലപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു ലൈൻ വിട്ടുപോകുന്നുണ്ട്. പാർട്ടി ലൈൻ വിട്ടാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ തന്നെ അദ്ദേഹം പ്രസംഗിച്ചത് പൂർണ്ണമായും പാർട്ടി ലൈൻ ഒന്നും വെച്ചല്ല ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഹമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്. അദ്ദേഹം സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരു CPIഎമ്മിൻ്റെ ഇത്രയും മുതിർന്ന ഒരു നേതാവ് 78 വയസ്സായി അദ്ദേഹത്തിന്, ഇത്രയും കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച ഇപ്പോഴും പാർട്ടി അംഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ രീതിയിലാണോ ആ വിഷയത്തിൽ സംസാരിക്കേണ്ടത് എന്ന ഒരു സംശയം എനിക്കും അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം നിലവിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയും ലോയലിസ്റ്റായോ ഒന്നും നിൽക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുന്ന ഒരു ആൾ അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനായി ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദൻ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ്റെ ലോയലിസ്റ്റുകൾ എല്ലാവരും പൂർണ്ണമായും ഈ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിർജ്ജീവമായി പോയത് VS അച്യുതാനന്ദനുമായി ചേർന്ന് നിന്നിരുന്ന ആളുകളാണ്. പക്ഷേ ജി സുധാകരൻ വളരെ ക്ലവറായി തന്നെ ഇപ്പുറത്തേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പോകുന്നുമുണ്ട്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന, അതിനുശേഷം ആ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്ന മുതിർന്ന നേതാക്കൾ, അതിലിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ KK ശൈലജ, ഡോക്ടർ TM തോമസ് ഐസക്, ജി സുധാകരൻ, ഈ 3 പേരെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വിമർശനങ്ങൾ ഉയരുമ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ ആക്രമണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇവിടെ ഡോക്ടർ TM തോമസ് ഐസക് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സ്റ്റാൻഡാണ് മന്ത്രിസ്ഥാനം പോയതിനു ശേഷം എടുത്തിരിക്കുന്നത്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആരോടും ഇടയാൻ പോകുന്നില്ല, വിമർശനങ്ങൾക്ക് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വഴിയിലൂടെ ഒരു വശത്തുകൂടി അദ്ദേഹം അങ്ങ് പോവുകയാണ്. ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു വശത്തുകൂടി ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ജി സുധാകരൻ ഒരു ഹെഡ് ഓൺ കൊളീഷൻ എന്ന് നമ്മൾ പറയും, ഇടയ്ക്ക് പോയെന്ന് തലയിടിക്കും, ഇടയ്ക്കൊന്ന് ഇടിപ്പിച്ച് അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ തോമസ് ഐസക്കിൻ്റെ ഒരു രീതിയല്ല ഇവിടെ ജി സുധാകരനിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വിമർശിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായി അറിയില്ല, പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി ഇരുന്ന ആദ്യത്തെ ടേമിൽ ഒരു അച്ചടക്ക നടപടി എടുത്തതായി കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജി സുധാകരന് അന്നത്തെ ആ ഒരു അച്ചടക്ക നടപടിയിൽ നിന്ന് പിന്നീടാണ് അദ്ദേഹം പാർട്ടിയുമായി പൂർണ്ണമായും ചേർന്ന് പോകാനായിട്ടുള്ള ഒരു ശ്രമത്തിലേക്കൊക്കെ അദ്ദേഹം എത്തിയതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് 2 തവണ മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ട്. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലും അംഗമായിരിക്കുന്നു, പിണറായി വിജയൻ മന്ത്രിസഭയിലും അംഗമായിരിക്കുന്നു. അതിനപ്പുറം പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് ഒരു പരിഗണന കൃത്യമായി കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അദ്ദേഹത്തെ എവിടം വരെ എലവേറ്റ് ചെയ്തു. അദ്ദേഹം അഴിമതി വിരുദ്ധ പ്രതിച്ഛായയോടെ അദ്ദേഹത്തിന് കൊടുത്ത പോർട്ട്ഫോളിയോസ്, അതിപ്പോൾ സഹകരണ വകുപ്പായാലും ദേവസ്വമായാലും പൊതുമരാമത്തായാലും എല്ലാത്തിലും, രജിസ്ട്രേഷൻ ആയാലും എല്ലാത്തിലും അദ്ദേഹം വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ടേമിൽ പ്രത്യേകിച്ചും അഴിമതി ഏറ്റവും കൂടുതലുണ്ട് എന്ന് UDF കാലത്തൊക്കെ വിമർശനം കേട്ടത് PWD ആണ്, പൊതുമരാമത്ത് വകുപ്പാണ്. അതിനെ ഒന്ന് ക്ലെൻസ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ജി സുധാകരൻ ചെയ്തത്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു എലവേഷൻ പാർട്ടിക്കുള്ളിൽ പാർട്ടി പോർട്ട്ഫോളിയോസിൽ ജി സുധാകരന് കിട്ടിയിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ഒരു പക്ഷേ അതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഒരു അസ്വസ്ഥതയായി ഇടയ്ക്കൊക്കെ കവിതകളിലൂടെ, ഇടയ്ക്കൊക്കെ ചില സട്ടിലായുള്ള പ്രതികരണങ്ങളിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം കണ്ടിടത്തോളം വളരെ ഓപ്പണായ, ഒരു ഓപ്പൺനെസ് ഉള്ള, ഫ്രാങ്കായി പ്രതികരിക്കുന്ന അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. വളരെ സെൻസിറ്റീവുമാണ് പലപ്പോഴും. അതായത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഓമനക്കുട്ടൻ വിഷയത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞതാണ് അദ്ദേഹം വിശ്വാസത്തിലെടുത്തത് പാർട്ടിയെക്കാളും. അതാണ് അദ്ദേഹത്തിന് അന്ന് തട്ടുകേട് പറ്റിപ്പോയതും ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുമ്പോഴും അതെടുത്ത് കാണിക്കുന്നതും. ഓമനക്കുട്ടൻ ആ 70 രൂപ വിവാദത്തിൽ അദ്ദേഹം എടുക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടിട്ടുള്ള ഒരു നിലപാടാണ്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇടയ്ക്കൊരു കാലത്ത് അദ്ദേഹം പറയുന്നത് എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഫോണില്ല, ഞാനത് കണ്ടിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള വളരെ സട്ടിലായി അദ്ദേഹം അതിനെയൊക്കെ വിടുകയാണ്. പക്ഷേ പൂർണ്ണമായും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണ് തന്നെ ഉപയോഗിക്കാൻ, അദ്ദേഹത്തെ ടൂളാക്കി ഉപയോഗിക്കാൻ ഇപ്പുറത്ത് കോൺഗ്രസ് നിൽക്കുന്നുണ്ട് എന്നത് അദ്ദേഹത്തിന് തിരിച്ചറിയാതെ ചില ഘട്ടങ്ങളിലൊക്കെ പോകുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആലപ്പുഴയിലെ ജില്ലാ ഘടകത്തിലെ എല്ലാ നേതാക്കളും പിന്തുണച്ചു എന്ന് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി R. നാസർ ഈ നിമിഷം വരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തുകൊണ്ട് R. നാസർ പ്രതികരിക്കാതെ ഇരിക്കുന്നു? കാരണം പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന, പാർട്ടിയിലെ വിഭാഗീയ കാലത്തടക്കം ആലപ്പുഴയിലെ പാർട്ടി ഘടകത്തെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി, ഒന്നിച്ച് നിർത്തുന്നതിനായിട്ടൊക്കെ വളരെ നന്നായി തന്നെ നിന്ന ആളാണ്. അക്കാലത്തൊക്കെ ഒപ്പമുണ്ടായിരുന്ന PP ചിത്തരഞ്ജൻ ആകട്ടെ, R. നാസർ ആകട്ടെ, ഇവരെല്ലാവരും ഇപ്പോൾ ജി സുധാകരനോട് കാണിക്കുന്ന ഒരു അകൽച്ച അതവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്.
ഇതിലിപ്പോൾ പാർട്ടി നേതൃത്വത്തിനെതിരെ മാത്രമല്ല SFI, DYFI തുടങ്ങിയ എല്ലാവർക്കുമെതിരെ സട്ടിലായിട്ട് എന്തെങ്കിലുമൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ KPCC സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കണോ അല്ലെങ്കിൽ ആ പങ്കെടുത്തതിന് പാർട്ടി നടപടിയെടുക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അല്ലല്ലോ CPIM. കോൺഗ്രസ് ആണെങ്കിൽ ഫെഡറലിസത്തെക്കുറിച്ചുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, പാർട്ടി കോൺഗ്രസിന്റെ. അതിന് പോലും പോകണ്ട എന്ന് പറഞ്ഞ് ശശി തരൂരിനൊക്കെ വിലക്ക് കൽപ്പിച്ചതാണ്. അങ്ങനെ ജി സുധാകരനെ വിലക്കുകയൊന്നും പാർട്ടി ചെയ്തിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും ഫാർ ബെറ്റർ ആണ് CPIM എന്നുള്ളതാണ് ആ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ സൈബർ ആക്രമണം നടത്തിയ വ്യക്തികളെ, അത് പാർട്ടിയിലെ ആളുകൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാഷ്ട്രീയ തന്തയില്ലായ്മ എന്ന ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആ പ്രയോഗത്തിൽ എത്രത്തോളം ശരി തെറ്റുകളുണ്ട്, അത് പൊളിറ്റിക്കലി എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളതൊക്കെ അദ്ദേഹം മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: സൈബർ പോരാളികൾ എന്നൊരു ഗ്രൂപ്പ് പാർട്ടിയിലില്ല. അമ്പലപ്പുഴയിലും പരിസരത്തുമുള്ള 10-15 പേരാണ് ഇതിന് പിന്നിൽ. അവർ പാർട്ടി വിരുദ്ധരാണ്. ധൈര്യമുള്ളവർ പൊതുയോഗം വിളിച്ച് എനിക്കെതിരെ പറയട്ടെ. ഈ അമ്പലപ്പുഴയിലും പരിസരത്തുമുള്ള എന്ന് അദ്ദേഹം പറയുമ്പോൾ അമ്പലപ്പുഴയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. ആ മണ്ഡലത്തിൽ തന്നെ എച്ച്സലാമിന് ആ സീറ്റ് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ചില അതൃപ്തികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ അമ്പലപ്പുഴയിലും പരിസരത്തുമുള്ള 10-15 പേർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരുടെ ആളുകളെയാണ് എന്നതാണ് ഇനി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഞാൻ പിണറായിക്കെതിരല്ല, ഞാൻ ഇനി മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകാനില്ല, ഒന്നിനുമില്ല, പാർട്ടി അംഗമായി കമ്മ്യൂണിസ്റ്റായി ജീവിക്കും. അത് കോൺഗ്രസിന് കൂടിയുള്ള മറുപടിയാണ്. ഞാൻ പാർട്ടി വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തൻ്റെതായ പൊട്ടിത്തെറികൾ, ചെറിയ പൊട്ടിത്തെറികളാണ്, വലിയ പൊട്ടിത്തെറിയൊന്നുമല്ല. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കളൊന്നും പ്രതികരിക്കാതെ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ അവിടെ പ്രതികരിക്കേണ്ട ആദ്യത്തെ ആൾ എച്ച്സലാം MLA ആണ്. എച്ച്സലാം MLA പറഞ്ഞത് സൈബർ ഇടത്തിൽ വേട്ടയാടപ്പെടേണ്ട ആളല്ല ജി സുധാകരൻ. അദ്ദേഹം പറഞ്ഞ ആ ഒരു വിമർശനത്തെ എൻഡോഴ്സ് ചെയ്യുന്നുമുണ്ട് എച്ച്സലാം. അപ്പോൾ നമ്മൾ കരുതും എല്ലാം ക്ലീൻ ആണല്ലോ, ഇവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ എന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് ജി സുധാകരൻ മറുപടിയിൽ അമ്പലപ്പുഴയിലെ 10-15 പേർ എന്ന് പറയുന്നത്? അവർ പാർട്ടി വിരുദ്ധരാണ് എന്നും എടുത്തു പറയുന്നുണ്ട്. അവിടെ രമേശ് ചെന്നിത്തലയാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരിച്ചതായി നമ്മൾ കാണുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായ പരിപാടിയാണ് എന്ന് പറയുമ്പോൾ ആ പരിപാടിയിൽ വെച്ച് ജി സുധാകരനെ പുകഴ്ത്തിയത് നമ്മൾ കാണണം. ജി സുധാകരനും സി ദിവാകരനും പങ്കെടുത്തു. സി ദിവാകരൻ എന്തായാലും ഈ സൈബർ ഇടങ്ങളിലൊന്നും ഒരു അധിക്ഷേപവുമില്ല. അദ്ദേഹം വന്നു പോയി, ആർക്കും ഒരു പരാതിയില്ല, CPIക്കും ഇല്ല, സഖാക്കൾക്കും ആർക്കും ഒരു പരാതിയുമില്ല. പക്ഷേ ഇവിടെ ജി സുധാകരനെ ആ വേദിയിൽ ഇരുത്തി VD സതീശനൊക്കെ പുകഴ്ത്തിയത് നിഷ്കളങ്കമായ ഒരു പുകഴ്ത്തലാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് നിഷ്കളങ്കമായ ഒരു പുകഴ്ത്തലായി ഇപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ, സൈബർ ഇടങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ രക്തസാക്ഷിത്വം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പാർട്ടിയുടെ ഒരു നയം വെച്ച് അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ലൈൻ വെച്ചാണോ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത് എന്നത് ചിന്തിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. രണ്ടാമത്തേത്, അവിടെ കെ സുധാകരനെ ഏത് രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആ വേദിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നവർ രാഷ്ട്രീയത്തിന് അതീതമായ പരിപാടി എന്ന് പറയുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അടക്കം സി ദിവാകരനെ കുറിച്ചും പറഞ്ഞു. അങ്ങനെ പുകഴ്ത്തിയത് നിഷ്കളങ്കമായിട്ടാണോ എന്ന് തിരിച്ചറിയേണ്ടത് ജി സുധാകരനാണ്. അക്കാര്യത്തിലാണ് അദ്ദേഹം ആ വേദിയിൽ വെച്ച് മറുപടി കൊടുക്കേണ്ടത്. ആ ഒരു രാഷ്ട്രീയ മറുപടി ജി സുധാകരൻ കൊടുത്തിട്ടില്ല. പകരം അദ്ദേഹം അത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. AM ആരിഫാണ് പിന്നെ പ്രതികരിക്കേണ്ട ഒരാൾ. AM ആരിഫ് പറഞ്ഞത് പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇങ്ങനെ ഒരു KPCC പരിപാടിയിൽ പോയതിന് വിമർശിക്കേണ്ടതില്ല. അവിടെയാണ് ഞാൻ ഈ R നാസർ ഇത്രയും പേർ പറയുമ്പോൾ എച്ച്സലാം സംസാരിക്കുന്നു, AM ആരിഫ് പ്രതികരിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് R നാസർ ഇന്ന് ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടില്ല? അദ്ദേഹത്തിന് പറയാമല്ലോ, ഞങ്ങൾ പാർട്ടിയിൽപ്പെട്ടവരല്ല ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അമ്പലപ്പുഴയിലെ 10-15 പേർ എന്ന് പറഞ്ഞത് അവർ പാർട്ടി വിരുദ്ധരാണ് അല്ലെങ്കിൽ ജി സുധാകരനൊപ്പമാണ് പാർട്ടി എന്ന് പറയാമല്ലോ. R നാസർ അത് പറയുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ജി സുധാകരൻ നിയമബിരുദമൊക്കെ എടുത്തയാളാണ്. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അദ്ദേഹം ഈ കവിതകൾ എഴുതുമ്പോൾ ആ കവിതയിൽ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി അദ്ദേഹം മുള്ളും മുനയും വെച്ച് തന്നെയാണ് ആ കവിതയിൽ, പൂച്ചയൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, മറ്റ് കവിതകളിൽ, രാഷ്ട്രീയ വിമർശനമുള്ള കവിതകളിൽ അദ്ദേഹം കൃത്യമായി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഈ യുവതയിലെ കുന്തവും കുടച്ചക്രവും മാർച്ച് 6-ാം തീയതി, അത് എപ്പോഴാണ്? സംസ്ഥാന സമ്മേളനം തുടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കവിത വരിക. ഒരു സാഹിത്യ മാസികയിൽ കവിത വരികയാണ്. അത് അദ്ദേഹം കൃത്യമായി ആ ലക്കത്തിലേക്ക് വേണ്ടി തന്നെ എഴുതി കൊടുത്തതാണ്. ഞാൻ നടന്നുപാസിച്ച വിപ്ലവ പ്രസ്ഥാനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങവേ. അങ്ങനെയാണ് കവിത തുടങ്ങുന്നത് തന്നെ. അതിലാണ് ഈ ചോദ്യം. കുന്തവും കുടച്ചക്ര വ്യൂഹവും നയിക്കുന്നോ പൊൻലോകം സൃഷ്ടിക്കേണ്ട ചൈതന്യ സ്വരൂപത്തെ. ആ ചൈതന്യ സ്വരൂപത്തെ എന്നൊക്കെ പറഞ്ഞ് അത് ആ മുള്ളങ്ങോട്ട് ചെന്ന് കൊള്ളുന്നത്, അദ്ദേഹം അങ്ങോട്ട് തറപ്പിച്ച് വിടുന്നത് മന്ത്രി സജി ചെറിയാനിലേക്കാണ്. ഇവിടെ മന്ത്രി സജി ചെറിയാനും ജി സുധാകരനെതിരെ സൈബറിടത്തിൽ നടക്കുന്ന ഈ ആക്രമണത്തെ പറ്റി ഒന്നും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ കാണാതെ വേറെ എവിടെയെങ്കിലും പ്രതികരണം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ R നാസറിൻ്റെയും സജി ചെറിയാൻ്റെയും ഒരു നിശബ്ദത ഈ വിഷയത്തിൽ നമ്മൾ വളരെ കൃത്യമായി തന്നെ കാണുന്നുണ്ട്. കാരണം ഈ കവിതയിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ കവിതയിലടക്കം മന്ത്രി സജി ചെറിയാനെതിരായ ഒരു വിമർശനം അവിടെയുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവിടെ ഈ കോവിഡ് കാലത്ത് അദ്ദേഹം എഴുതിയ ഒരു കവിത കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കോവിഡ് കാലത്ത് അദ്ദേഹം എഴുതിയ കവിതയുടെ പേര് ഉണക്കക്കൊഞ്ച്
കൊഞ്ചുപോലൻ ഹൃദയം എന്നതാണ്, അതായിരുന്നു ടൈറ്റിൽ. അപ്പോൾ ആ കവിതയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആത്മാർത്ഥമായ ഒരു ഹൃദയം തലച്ചോറിന് പകരം കൊണ്ടു നടക്കുന്ന തന്നെയും സഹതാപലേശമില്ലാത്ത ഈ കപട ലോകം കൊഞ്ചുപോലെ വറുത്തു പൊടിച്ച് ഭുജിച്ച് കഴിയുമോ. അതായത് അദ്ദേഹത്തെ ഈ കൊഞ്ചുപോലെ എല്ലാവരും കൂടി പിച്ച് ചീന്തി തിന്നു കളയുമോ എന്ന് ചോദിക്കുന്നത് കോവിഡ് കാലത്താണ്. 2021 ഓഗസ്റ്റ് 8 എഴുതിയ മറ്റൊരു കവിത നേട്ടവും കോട്ടവും എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അത് ഈ അമ്പലപ്പുഴയിലെ ഈ എച്ച്സലാമിൻ്റെ വിജയത്തിന് ശേഷവും അവിടുത്തെ പ്രവർത്തന വീഴ്ച, അവിടുത്തെ വോട്ടിൽ വന്നിട്ടുള്ള വ്യതിയാനമടക്കം ആ പ്രവർത്തന വീഴ്ച പാർട്ടി അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുക്കുന്നത് കവിതയിലൂടെയാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഒരു തരത്തിലും നന്ദി കിട്ടാത്തൊരാ പണികളൊക്കെ നടത്തി ഞാൻ എൻ്റെ ഈ മഹതി ജീവിതം സാമൂഹ്യമായെന്ന് പറയും സ്നേഹിതർ സത്യമതെങ്കിലും വഴുതിമാറും മഹാനിമിഷങ്ങളിൽ മഹിത സ്വപ്നങ്ങൾ മാഞ്ഞു മറഞ്ഞുപോയി, അവകളൊന്നുമേ തിരികെ വരാനില്ല, പുതിയ രൂപത്തിൽ വന്നെന്നുമാ. അതായത് അദ്ദേഹത്തിന് ഞാൻ ചെയ്തതൊക്കെ മറന്നുകൊണ്ട് പാർട്ടി എന്നോട് ഒരു നന്ദിയും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കവിത എഴുതുന്നത് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുമ്പോഴാണ്. അപ്പോൾ ജി സുധാകരൻ ഒന്നും പറയാതെ വിടുന്നില്ല, കൃത്യമായി അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് ഇനി അമ്പലപ്പുഴയിലെ 10-15 പേരിൽ പെട്ട ഒരാളാണോ എന്ന് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ അന്ന് പ്രതികരിച്ച ഒരാളുണ്ട്. ഡിവൈഎഫ്ഐയുടെ അമ്പലപ്പുഴ മേഖലാ പ്രസിഡന്റ് അനു കോയിക്കൽ. അന്ന് അനു കോയിക്കൽ ഫേസ്ബുക്കിൽ ഈ ഓഗസ്റ്റ് 8 ജി സുധാകരൻ ഈ കവിത എഴുതിയതിനു ശേഷം ആ കവിതയ്ക്ക് മറുപടിയായി എന്ന് തോന്നുന്ന തരത്തിൽ ഒരു കവിത പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ കവിതയിൽ എഴുതുന്നത്, രാജാവിന് അധികാരം ഉപയോഗിച്ച് ഞാൻ പ്രജകൾ തൻ അഭിമാനം ഞാനുണ്ടോ അറിവത് എന്ന് പറഞ്ഞുകൊണ്ടൊരു മറുപടി തിരിച്ച് ജി സുധാകരന് കൊടുക്കുന്നുമുണ്ട്. നാം ചെയ്തതിൻ്റെ ഗുണങ്ങൾ ഗുണങ്ങളായി തന്നെ എന്നിലെത്തും എന്ന് പറഞ്ഞുകൊണ്ട് അനു കോയിക്കൽ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊണ്ടും കൊടുത്തും അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ സൈബർ യുദ്ധങ്ങളൊക്കെ കുറേ കാലമായി നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. എന്തായാലും ഈ KPCC വേദിയിൽ പോയി അദ്ദേഹം പാർട്ടി ലൈൻ വിട്ട് സംസാരിച്ചോ എന്നുള്ളത് ജി സുധാകരനാണ് പറയേണ്ടത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഒരു 70കളിലെ ഒരു ആംഗ്രി യങ്മാൻ ആണ്. പക്ഷേ ഇത് 2025 ഇപ്പോൾ ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ രീതികളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വരുന്നതിന് ഒപ്പം തന്നെ അദ്ദേഹവും വിമർശിക്കപ്പെടും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ജി സുധാകരനെ വേട്ടയാടുന്നുണ്ട് എന്നതാണ്. എന്തായാലും പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള ഒരു നിരന്തര കലഹം എന്ന് പറയുന്നത് ജി സുധാകരൻ്റെ രക്തത്തിലുള്ളതാണ്. അന്ന് 70കളിൽ അദ്ദേഹം ഇങ്ങനെ കലഹിച്ചു നടന്നു. പക്ഷേ ആ പാർട്ടിയുടെ ചട്ടക്കൂട് പൊളിച്ച് അദ്ദേഹം പുറത്തേക്ക് വരില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിൻ അല്ല എന്ന് പറയേണ്ടത് ആർ നാസറാണ്. ആർ നാസർ അത് പറയണം, അല്ലെങ്കിൽ സജി ചെറിയാൻ പറയണം. അത് രണ്ടും ഉണ്ടാകാത്തിടത്തോളം ഇതൊരു ഓർക്കസ്ട്രേറ്റഡ് ക്യാമ്പയിനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ അമ്പലപ്പുഴയിലെ 10-15 പേർ എന്ന് പറയുന്നത് ആരുടെ ടീമാണ് എന്നത് പാർട്ടിയാണ് പറയേണ്ടത്. ഒന്ന്, ഇങ്ങനെ ഒരു സൈബർ ഗ്രൂപ്പ് പാർട്ടിക്ക് ഏതെങ്കിലും പേരുകളിലില്ല എന്നുള്ളതാണ്. ഒരു ഡിജിറ്റൽ വിങ് ഉണ്ട്. ആ ഡിജിറ്റൽ വിങ് നിയന്ത്രിക്കുന്നത് CPMൻ്റെ ഔദ്യോഗിക വിഭാഗമാണ്. ആ ഔദ്യോഗിക വിഭാഗത്തിലോ അതിൻ്റെ ഘടകത്തിലോ ഒന്നും തന്നെ വന്നിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം പലപ്പോഴും പല ഘട്ടങ്ങളിലും പല അഭിപ്രായങ്ങൾ വൈകാരികമായി പറയുന്ന ആളുകളാണ്. അനുഭാവികളുടേതാവാം, അംഗങ്ങളുടേതല്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തവുമാണ്. അതാണ് ഇന്നിപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്. ഇന്ന് ആ സമ്മേളനത്തിൽ ശശി തരൂരിനെ വിമർശിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പട്ടേൽ, അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അംബാസിഡർ ആയാൽ വിശ്വപൗരനാവുകയില്ലെന്നും യഥാർത്ഥത്തിലുള്ള വിശ്വപൗരൻ ഗാന്ധിയാണ് എന്നുള്ളതും ശശി തരൂരിനെ വിമർശിക്കുന്നുണ്ട്. KPCCയുടെ പരിപാടിയിൽ പോയി തന്നെ പാർട്ടി ലൈൻ വീട്ടിൽ നിന്നും അദ്ദേഹം സംസാരിച്ചിട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് നേരത്തെ ആരിഫ് പറഞ്ഞിരിക്കുന്നതും. നമ്മൾ ഈ ഒരു കവിത പറഞ്ഞപ്പോൾ ഉറങ്ങണം എന്ന് പറയുന്നൊരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എനിക്കുറങ്ങണം എന്ന് പറയുന്നൊരു കവിത നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഉറങ്ങുവാൻ വയ്യ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം നോക്കൂ, രാമായണമൊക്കെ വായിച്ച് അദ്ദേഹത്തിൻ്റെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ തികഞ്ഞ രാഷ്ട്രീയ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. പാർട്ടി ലൈൻ വിട്ടൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം ആ പാർട്ടിയിൽ കാണുന്ന ചില പ്രവണതകൾക്കെതിരെ, ചില വ്യക്തികൾക്കെതിരെ അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും പ്രതികരിക്കുകയും. ജി സുധാകരൻ എന്താണ് ആർ നാസർ പിന്തുണയ്ക്കാത്തത്? നിലവിൽ അങ്ങനെ ജില്ലാ സെക്രട്ടറി അല്ലേ? നോക്കൂ, ആർ നാസർ പിന്തുണച്ചില്ല എന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരിടത്തും എവിടെയെങ്കിലും ജി സുധാകരനെ തള്ളി പറഞ്ഞോ? KPCC പ്രതികരിക്കുന്നതേയില്ല. ഇത്രയും ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിൽ ആലപ്പുഴയിലെ ജില്ലാ ഘടകത്തിന്റെ നേതൃത്വമല്ലേ പറയുന്നത്? പാർട്ടിയല്ലേ. ഇപ്പം നമ്മൾ ബൈറ്റ് എടുത്താൽ അദ്ദേഹം പ്രതികരിക്കും. നാസർ ഇപ്പോൾ എന്തുകൊണ്ടാണ് സലാം പ്രതികരിച്ചത്, ആരും പ്രതികരിച്ചത്? നമ്മൾ പ്രതികരിക്കാൻ പോയി. നാസറിനോട് നമ്മൾ ബൈറ്റ് എടുക്കാൻ പോയിട്ടില്ല. നാസറിനോട് ബൈറ്റ് എടുക്കാൻ പോയി അദ്ദേഹം എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല എന്ന് പറഞ്ഞാൽ സുജയ പറഞ്ഞത് ശരിയാണ്. ഇതുവരെ ഈ വിഷയത്തിൽ നാസർ അഭിപ്രായം പറയാതിരുന്നിട്ടില്ല, അഥവാ എതിർത്തു പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടിയുടെ ലൈൻ തന്നെയാണ്. പാർട്ടിയൊക്കെ അതിനെ അംഗീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KPCC ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് വെച്ചാൽ സംഘടന എന്ന നിലയിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ്. പക്ഷേ ഇതിലൊരു കൗതുകമുള്ളത്, ഈ ഇപ്പം പ്രതിപക്ഷ നേതാവ് ജി സുധാകരനെ പുകഴ്ത്തുന്നുണ്ടല്ലോ. ഇതൊന്നും അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പാർട്ടിയിൽ അയാൾ ഒരു വിമതനാണ് എന്ന പ്രതീതി ഉണ്ടാകുമ്പോൾ, ഇല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമ്പോഴൊക്കെയാണ് CPMലെ നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യവും അംഗീകാരവും കിട്ടുന്നത് എന്നതൊരിക്കൽ കൂടി തെളിയുന്നുണ്ട്. എന്തേ ഗോപാല പോവാത്തെ, കാലൻ വന്ന് വിളിച്ചിട്ടുമെന്ന് ചോദിച്ച് AK ഗോപാലനെതിരെ വിമർശനം ഉന്നയിച്ചവർ AK ഗോപാലൻ്റെ മരണത്തിന് ശേഷം AK ഗോപാലനെ എങ്ങനെയാണ് വാഴ്ത്തിപ്പാടുന്നത്? എന്താണ്
എന്താണ് KR ഗൗരിയമ്മയെക്കുറിച്ച് പറഞ്ഞത്? ഗൗരിയമ്മയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ എത്രമാത്രം നമ്മുടെ മുൻപിലുണ്ട്. ഒടുവിൽ ആ ഗൗരിയമ്മയെക്കുറിച്ച് പിന്നീട് പുകഴ്ത്തി പറയുന്നത്, EK നായനെക്കുറിച്ച് വിമർശിച്ചത്, EK നായർ മരിച്ചതിന് ശേഷം പറയുന്നത്. അപ്പം അതൊക്കെ ഈ പാർട്ടിയുടെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിൽ കാര്യമായ വിഷയമില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അത് G. സുധാകരൻ്റെ ഭാഷയിൽ പൊളിറ്റിക്കൽ ഫാദർലെസ്നെസ് ആണ് കാണിച്ചിരിക്കുന്നത്. G. സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നായിരുന്നു ചോദ്യം. രണ്ടുപേര് യെസ് നോ എന്നുമാണ്. Meet the editor.